കടയിൽ പോയാൽ കണ്ണിൽ കാണുന്നതൊക്കെ വാരിയെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അപ്പോൾ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എപ്പോഴും ക്രാഫ്റ്റിൻ്റെ സാധനം എന്താണോ കാണുന്നത് അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടെടുത്തൊരു ഐറ്റമാണ് ഈ ഒരു സ്ട്രോ കേട്ടോ. അപ്പോൾ വെറും 50 രൂപ മാത്രമേ ഇതിനുള്ളൂ. അപ്പോൾ ആ ഒരു റേറ്റിന് ഇത് ഭയങ്കര വേർത്താണ്. അപ്പോൾ ഒരു പേപ്പർ സ്ട്രോന് ഈ ഒരു റേറ്റ് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എടുത്തത് വേറെ ഒന്നുമല്ല, ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട് ഗ്രിഡ് ഫ്രെയിം ഉണ്ടാക്കുന്നത് ഈ ഒരു പേപ്പർ സ്ട്രോ വെച്ചിട്ട്. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് കേട്ടോ ഇത്. വുഡൻ സ്റ്റിക്ക് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിന് വൈറ്റ് പെയിൻ്റ് ഒക്കെ കൊടുത്ത് സെറ്റാക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു സ്ട്രോ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെയിൻ്റ് ഒന്നും കൊടുക്കാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമുക്ക് 5 പീസും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. അപ്പോൾ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഉരുണ്ട് പോകുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പിടിച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഫെവി ഗം യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എന്തായാലും പാളിപ്പോകുന്നുള്ളത്. കാരണം പൊട്ടിപ്പോകുന്നുണ്ട്, പെട്ടെന്ന് ഒട്ടിക്കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ഫെവിക്കോളാണ് രണ്ടാമത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ചെറിയൊരു ഗ്രിഡ് ഫ്രെയിം ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വലുത് ഉണ്ടാക്കണമെങ്കിൽ 3 സ്ട്രോ വെച്ചിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഗ്രിഡ് ഫ്രെയിം ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിതിൽ ഫോട്ടോസ് ഒന്നും വെച്ച് കൊടുത്തിട്ടില്ല. തൽക്കാലം ഞാനിവിടെ ഒരു ബുക്ക് മാർക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബുക്ക് മാർക്കേ കിട്ടിയുള്ളൂ കയ്യിൽ. അപ്പോൾ കിട്ടിയതൊക്കെ ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്കും സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ആക്കാം കേട്ടോ.